നമസ്കാരം കൂട്ടുകാരെ. ടോട്ടല്ല ഫ്രൈഡ് ബ്രെഡും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ടുള്ള ഒരു ഒരു ഉഗ്രൻ സലാഡാണ് ഇന്നത്തെ റെസിപ്പി. തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ഈ ടോട്ടല്ല ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് കണക്ക് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാവുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഐറ്റംസ് എല്ലാം നാട്ടിൽ സുലഭമായി കിട്ടും. ഞാനത് ടോട്ടല്ല ഒരു 4 പീസ് എടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ആക്കി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസും സോസുകളുടെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ പതിയെ പറയാം. മെയിനായിട്ട് ഈ കാണുന്ന ബ്രെഡാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ക്രഞ്ചി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാബേജ് 2 ടൈപ്പ് വേണം. ഒന്ന് റെഡ് ക്യാബേജും വേണം, പിന്നെ ഒന്ന് വൈറ്റ് ക്യാബേജും വേണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റ് നല്ല രീതിയിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ക്യാരറ്റ് വേണം. ഒപ്പം സ്വീറ്റ് കോൺ നമുക്ക് നാട്ടിൽ കിട്ടും, സ്വീറ്റ് കോൺ വേണം. പിന്നെ വേറൊരു സാധനം സുലഭമായി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേര് ഇവിടെ ജർജീർ എന്നാണ് പറയുന്നത്. റോക്കറ്റ് എന്നും റൂക്കോള എന്നും എല്ലാം അതിന് പേരുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഈ കാണുന്ന പോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഓരോ ബ്രെഡും അതിൻ്റെ മുകളിൽ ഇതേ കണക്ക് വെച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾ ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വീണ്ടും വെച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്. ഒരു വെറൈറ്റി സാധനമാണല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കഴിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഓൾറെഡി സോസും ഒക്കെ ഒഴിക്കുന്നത് കാരണം ഓൾറെഡി അത് വെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ബ്രെഡിൻ്റെ ഒരു ക്രിസ്പിനെസ് അങ്ങ് പോകും. അപ്പം സോസിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് ചില്ലി സോസ് നമുക്ക് നാട്ടിൽ മേടിക്കാൻ കിട്ടും. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ചെറിയൊരു പിഞ്ച് ഷുഗർ, സോൾട്ട്, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു ഹാഫ് ലെമണല്ല ഹാഫ് പീസ് ലൈം, ഇത്ര ആഡ് ചെയ്യുക. ഞാനിവിടെ നമ്മുടെ റൊമാൻ സോസ്, അതായത് പൊമഗ്രാനൈറ്റിൻ്റെ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഒലിവ് ഓയിലും ഇതെല്ലാം കൂടെ ചേർത്താണ് ഇതിന് വേണ്ടുന്ന ഡ്രസ്സിങ്ങിൻ്റെ സോസ് സെറ്റാക്കിയേക്കുന്നത്. ചെറിയൊരു സ്വീറ്റ് ചില്ലിയാണ് മെയിൻ. സ്വീറ്റും അതുപോലെ ചെറിയൊരു സ്പൈസി ആയിട്ട് വരുന്നൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി സലാഡാണ്. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമുക്കത് റുക്കോള കിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു മനോഹരമായൊരു സലാഡ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും.